ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ മിനി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ എനിക്ക് വാക്ക് പാലിക്കാൻ പറ്റിയില്ല. ഇന്നലെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് പറ്റിയില്ല. കാരണം വൈകുന്നേരമായി പണി കഴിഞ്ഞപ്പോൾ പിന്നെ അതിന് കുട്ടീനെ നോക്കി. പിന്നെ കുറച്ച് നേരം ഞാൻ കുട്ടീനെ നോക്കിയിട്ട് ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുട്ടികൾക്ക് രാത്രി ഇന്ന് എനിക്ക് മൂത്ത മണിക്ക് സ്പോർട്സ് ഉണ്ട് വന്നിട്ട് ഫുഡൊക്കെ കൊണ്ടുപോകണം പറഞ്ഞാൽ രാത്രി തന്നെ മുട്ടക്കറിയും ചോറൊക്കെ വെച്ചിട്ട് പിന്നെ അവർക്ക് ഭക്ഷണം കൊടുത്ത് കൂട് കൊടുത്തു. അങ്ങനെ പറഞ്ഞ പോലെ ഒരു 8 മണിക്ക് ശേഷം ഇരിക്കാൻ പറയുമ്പോൾ 8 മണിക്ക് ശേഷം അടുക്കള കയറി മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതും പറ്റിയില്ല. പിന്നെ ഇരിക്കുന്ന ഒരു 10 മണിക്ക്, പക്ഷെ നോ ഇൻട്രസ്റ്റ്. എനിക്ക് തീരെ വയ്യ, ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉള്ളിലുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്തില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ചില ദിവസങ്ങൾ. സ്റ്റിച്ച് ചെയ്യുന്ന ഉള്ളിലുണ്ടാവും, പക്ഷെ ഇങ്ങനെ ഓരോ കാര്യം കൊണ്ട് നടക്കൂല. പിന്നെ നമ്മൾ കാര്യം നടക്കണമെങ്കിൽ നമുക്ക് പോയി ഇരിക്കുക. പിന്നെ ഇങ്ങനെ ഇരിക്കാനുള്ളൊരു മനസ്സ് തരണം. പിന്നെ രണ്ടാമത് ദോശയാണ് രാവിലത്തെ നാഷ്ട കേട്ടോ. അപ്പോൾ മൂത്ത മോനിക്ക് ദോശ ഇട്ട് കൊടുത്തു. പിന്നെ മുട്ടക്കറി രാത്രി വെച്ചതാണ്. മുട്ടക്കറിയൊക്കെ കഴിഞ്ഞു ഗൈസ്, രാത്രി വെച്ചാലും. പിന്നെ കട്ടൻ ചായ കുടിക്കുന്നു ഗൈസ്. ഇക്ക ചായ കുടിച്ചു കഴിഞ്ഞു. ഞാൻ കട്ടൻ ചായ കുടിക്കും. രാവിലെ ഇവിടെ ഒരു ക്ലീൻ ചെയ്യണം. തുണിയാണ് ഇതൊക്കെ ഞാനൊരു ഇതിലിട്ടതാണ്. അപ്പോൾ വലിച്ചിട്ടാണ് നോക്കാൻ. അപ്പോൾ ഈ ഭാഗം ക്ലിയർ ആക്കണമെന്ന്. പിന്നെ ഞാൻ ഇന്നും ചാലഞ്ച് ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് നടത്തണം ഇന്നലെ പറഞ്ഞ അതേ കരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നടത്തണം ആയതുകൊണ്ട് പക്ഷെ എങ്ങനെ പോകാൻ നോക്കാം. നമുക്ക് ഏതാ എക്സാം എന്നറിയോ? ഏതാ എക്സാം പഠിച്ചോ? നല്ല മെറ്റിലാണ് കേട്ടോ. കല്യാണം ഒരു കുട്ടി 10 എടുത്ത് കൊടുത്ത് അടിച്ചു കൊടുത്തതാണ്. അതിന്റെ ബാലൻസ് ആണ്. അതിന് അപ്പൊ ഇതിലൊരു ഡിസൈൻ ചെയ്യുന്നതാണ് ബാലൻസ്. ഞാൻ എക്സ്ട്രാ കൂടി എടുത്തതാണ്. പല മെറ്റീരിയലുണ്ട് ഇതിന്. പിന്നെ ഒരു വൈറ്റ് ഒരു കോട്ടൺ മെറ്റീരിയൽ ഉണ്ട്. ഇനി എൻ്റെ ഒരു ചുരിദാർ അടിച്ചിട്ട് ഇതെന്റെ ചുരിദാർ അടിച്ചാണ്ടോ. ഞാൻ അന്ന് ബാലൻസ് വന്നപ്പോൾ അങ്ങനെ വെച്ചതാണ്. അതിന്റെ മുമ്പ് എടുത്താണ്, ഒരുപാട് എടുത്തതിന്റെ തുണ്ട് തുണിയാണ്. അതെ. അപ്പൊ ഇത് വന്നിട്ട് ഇത് ഈ ഇപ്പാണ് ഞാൻ ഇന്ന് മോള് അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാലും ഒരു എന്തെങ്കിലും അടിക്കാൻ ഉദ്ദേശം അറിഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ മൂന്ന് വെറൈറ്റി ഇന്നത്തെ ഡേ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് രാവിലെ അടിച്ചു. ഇടയിലൊരു ഗ്യാപ്പിൽ അടിച്ചതാണ് മോഡൽ. പക്ഷെ ഇവൾക്ക് ഇത് ഇടാൻ ബുദ്ധിമുട്ട്. ഓപ്പണൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്, കുഞ്ഞു ഓപ്പൺ. പക്ഷെ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ട്. ആൾ കുറച്ച് ബലം പിടിക്കുന്ന ആളാണ്. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇതിട്ട് കൊടുത്തില്ല. അപ്പോൾ എനിക്ക് ഒരു ഡ്രസ്സ് ഉണ്ട്, ഞാൻ കട്ട് ചെയ്ത് വെച്ചാണ് ഒരു ടോപ്പ് അടിക്കാൻ. അപ്പം അതിന് മാച്ചായിട്ടാണ് ഞാൻ ഇത് അടിച്ചത്. ബാക്കി വന്ന് തുണിയത്. പക്ഷെ ഇത് അടിച്ചിട്ടില്ല. പക്ഷെ ഇടാൻ ബുദ്ധിമുട്ടുണ്ടാകും. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം, എന്നിട്ട് ഇടാൻ പറ്റും നോക്കാം. തുണിയാണ്. തനിയെ ബ്ലൗസ് എടുക്കും. അപ്പോൾ ഇതൊന്നും നമ്മൾ ഇടില്ല, നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതിലൊക്കെ എൻ്റെ ആങ്ങളുടെ കുട്ടിക്ക് ഒരു കുഞ്ഞു ഷിമ്മി മാതിരി അടിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് വന്നപ്പോൾ 2 പ്രാവശ്യമായി ചോദിക്കണം എനിക്ക് ഷിമ്മി അടിച്ചുകൊണ്ടാണ്. ഞാൻ അവർക്കൊക്കെ ഷിമ്മിയും ഫ്രോക്കായിട്ടൊക്കെ അടിച്ചു കൊടുക്കുന്നതാണ്. കുറച്ച് അടിക്കാറില്ലല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഫീൽ ചെയ്തത് കുട്ടിക്കടക്കം ഞാൻ വിഷമിരിക്കാത്ത ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവളൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് റായത്തോ ഷിമ്മി അടിച്ചുകൊണ്ടാ, എനിക്ക് എന്താ ഡ്രസ്സ് അടിച്ചു തരാത്ത, എനിക്ക് ഉടുപ്പ് അടിച്ചുകൊണ്ടാന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി കേട്ടോ. അത് എനിക്ക് മനസ്സിൽ ഭയങ്കര വിഷമമുണ്ട്. അപ്പം ഞാൻ ഇത് ഷിമ്മി പോലെ അടിച്ചു കൊടുത്താൽ ചെയ്യും. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം ഇരുന്നിട്ട് അങ്ങനെയല്ല, എന്നാലും ഒരു വർഷത്തിന് ശേഷം ഈ മെഷീനെ നമ്മളത് തുടച്ചു നിൽക്കണുള്ളൂ. ഇന്നത്തെ പൊസിഷൻ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അതെന്താന്നറിയാ, താടി കുത്തുണ്ടാവും. അതാണ് അവൾക്ക് വേനിക്കുണ്ടാവും. എനിക്ക് വിശപ്പ്. പാപ്പുച്ച് വയറിനറിഞ്ഞോ? കുട്ടി ഇതെന്താണിത്? ഇതെന്ത് കളിയാണിത്?
വെച്ചിട്ട് വരാം. നീ ഇവിടെ ഒറ്റയ്ക്ക് കളിച്ചോ, ഞാൻ നാശം വെച്ചിട്ട് വരാം കേട്ടാ. വീട്ടിൽ പെണ്ണ് അമ്മ എന്തത് എന്തത് എന്താണ് മനസ്സിലായില്ല. എങ്ങനെ വരിക്കും മുടി, ഇനി എങ്ങനെ വരിക്കും, ഇനി എങ്ങനെ വരിക്കും പറ. വീഴോ വീഴോ നാട്ട കുത്തിയിട്ട് ഓ ചൂടാറി കുട്ടിനെ ഉറക്കി വരും. ദോശ ചുട്ട് വെച്ചിട്ടുണ്ട്. അവൾ ഇപ്പം ഉറങ്ങിയുള്ളൂ. ഗൈസ് സമയം 9:15. അപ്പം നമ്മൾ കോവയ്ക്കപ്പേരിയും പിന്നെ ഉണക്ക മീൻ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് വറക്കാമെന്ന്. ഇത് ഉപ്പേരി വെക്കാം, തക്കാളി കറിയും വെക്കാം. എന്തോ കൂട്ടാൻ വെക്കണ്ട് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാം എന്താ വെക്കേണ്ടതെന്ന്. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയില്ല. അപ്പം പണിയെടുക്കുന്നറിയില്ല നമുക്കിങ്ങനെ ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ കുറേ തക്കാളി കറി വെച്ചിട്ട് അപ്പോൾ തക്കാളി കറിയും കോവയ്ക്ക് ഇത് വെക്കാൻ വിചാരിച്ചു. ഉണിയാണ്, ഇതൊന്നും ഉണങ്ങിയിട്ടില്ല. ഇന്നലെ ഒരു മഴക്കാറ് ഉണ്ടായിരുന്നു, ഉണങ്ങിയിട്ടില്ല. അപ്പം ഞാൻ എന്താ ഇനിയിപ്പോൾ ഇത് ഉണക്കാടലാണ് എൻ്റെ അടുത്ത ഡ്യൂട്ടി. എന്നിട്ട് ഇരിക്കീന് 2 പ്രാവശ്യം എണിച്ചു. ഞാൻ വിചാരിച്ചു എണിച്ചു എന്ന് നോക്കണം, എടുക്കണ്ടായപ്പോൾ പിന്നെയും ഉറങ്ങി, പിന്നെ എണിച്ച് പിന്നെയും ഉറങ്ങി. അപ്പോഴേക്കും എൻ്റെ അടിച്ച് വരല് ഞാൻ കുറേ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല, കുറേ പണി ചെയ്തു. അടിച്ച് വരല്, തുണി ഉണക്കൽ, ഇതാ കറി വയ്ക്കണോ, കോവയ്ക്ക് മുറിച്ചതിന് കോവയ്ക്ക് ഇപ്പേര് റെഡിയായി, തക്കാളിക്കറി റെഡിയായി, ഇനി കഴിക്കാൻ കൊടുക്കണേ. ഇവിടെ കൈ ഉറിഞ്ഞിട്ട് സുഖമായി ഉറങ്ങണേ, കറിയും പിന്നെ ഉറങ്ങും. ഞാൻ വിചാരിച്ചു കറിയല്ല കിണുങ്ങും. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എണിക്കട്ടെ, എന്നിട്ട് എടുക്കാൻ വിചാരിച്ചാൽ പിന്നെ ഉറങ്ങിയിട്ടുണ്ടാവും. നോക്കണം കൈ സുഖമായിട്ട് ഉറിഞ്ച് കിടക്കണേ. ഞാൻ ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് എടുക്കാൻ വിചാരിച്ചാൽ അവൾ അത്ര നേരം ഉറങ്ങൊക്കെ ചെയ്യും. പക്ഷെ പാവം, പാവം എൻ്റെ പൊന്ന് പാവല്ലേ. ആരും ഇല്ല എൻ്റെ പൊന്നിനെ നോക്കാൻ, ഞാൻ മാത്രമേ ഉള്ളൂ പൊന്നിനെ നോക്കാൻ. ഞാൻ മാത്രമേ ഉള്ളൂ നോക്കാൻ. പോരാമോ എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ എന്നിനുള്ളിൽ പൂക്കാലം കളിയാടാനീ കിളിമരത്തലലോടും കളിയാടാനീ കിളിമരത്തലലോടും കണ്ണാ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാനില്ലല്ലോ പെണ്ണിൻ നെഞ്ചിൽ പൂക്കാലം. മോള് പകുതി പോയിട്ട് കഴിച്ചില്ല, എന്നിട്ട് കരയാണ്. എന്നിട്ട് ഞാൻ പാട്ടൊക്കെ പാടിക്കൊടുക്കുകയാണ് കരച്ചിൽ നിർത്താൻ. ഇപ്പം നോക്കിയിട്ട് ഓട്ട് കരയാണ്. പേടിയാണ് തലമുട്ടോന്ന്. ഇനി പാട്ട് പാടത്തെ മമ്മ വേണ്ട മതിയാ പൈസ കഴിച്ചേനാ. ഇതാന്നല്ലേ കുറേ മെഷീൻ എടുക്കാണ്ടായപ്പോൾ മെഷീന് ഇടയ്ക്ക് ഓഫാകും, ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഓഫായി. ആർക്കെങ്കിലും മെഷീനെ കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഈ മെഷീൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നാലും ഓഫാകുന്നുണ്ട്. പിന്നെ കുറേ ഉപയോഗിക്കാത്തതിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. ഇത് ചെയ്തപ്പോൾ നെറി ഒരുപാട് ഇതായി. അളവിൻ്റെ നമുക്കൊരു 10-20 വേണം. അപ്പോൾ നെറിയിട്ട് പോരാ, അടുപ്പിച്ചിട്ടാണ്. അതുകൊണ്ട് കുറച്ച് കമ്മിയാക്കിയിടാം. ഒരു അടിച്ചിട്ടുണ്ട്. ഇതാണ് അടിച്ചെടുത്ത്. ചോട്ട് ഞാൻ ഫ്രില്ല് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ബോക്സ് മാതിരി ചെയ്തിട്ടുണ്ട്, നിറയിട്ടിട്ട്. ഫ്രണ്ടിൽ ഞാൻ ഇതേപോലെ ഫ്രില്ല് വെച്ചിട്ടുണ്ട്. ഇത് സാധാ സിമ്പിളായിട്ട് മടക്കിയിട്ടുള്ളൂ കേട്ടോ. ബാക്ക് ഓപ്പണാണ്. ബാക്കിൽ ഞാൻ അത് ചെയ്തിട്ടില്ല കേട്ടോ, അത് ചെയ്തിട്ടില്ല.
ഇതാണ് അതിൻ്റെ ലുക്ക്. ചോറുണ്ണാൻ സലാമൊക്കെ വന്നു. അപ്പോഴേക്ക് ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ പണിയുണ്ട്. നമ്മൾ ചെറിയ ഉടുപ്പാണ് കണ്ടിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മൾ അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. ഇത് അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല എങ്കിലും നമുക്കറിയില്ല. തുണി അങ്ങനത്തെ ആയതുകൊണ്ട് സൗണ്ട് പോയി ഇത് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? നന്നായിട്ട് സുന്ദരിയായിട്ടുണ്ട്. പഴയൊരു ഇതിലേക്ക് വന്ന മാതിരി ഉണ്ട്. ഒക്കെ ഒന്ന് മാറ്റം വന്നിട്ടൊരു പഴയൊരു എന്തല്ലോ വന്ന മാതിരി ഉണ്ട്. പിന്നെ വിശന്നിട്ട് വയ്യണം അധികം സംസാരിക്കണം. അത് ഭക്ഷണം കഴിക്കാം അല്ലേ? വിശക്കില്ലേ? നല്ല വിശന്നിട്ടില്ല വന്ന. അപ്പോ നമുക്ക് ഇന്ന് എന്തൊക്കെയാ ഫുഡ് നോക്കാം. അതോടെ ഞാൻ മിനി വ്ളോഗ് ഇവിടെ അവസാനിക്കണം കേട്ടാ. ഞാൻ രാവിലെ എടുത്തു. നിങ്ങൾ വന്നിട്ട് അവസാനിപ്പിക്കാൻ വന്നിട്ടാണ് ഞാൻ സ്റ്റോപ്പ്. ഉച്ചക്കത്തുള്ള ഫുഡ് ഞാൻ എങ്ങനെ ചോറും ഇതെങ്ങനെ വാരുന്നേ? ഷെയർ ചെയ്തിട്ട് തക്കാളിക്കറി നിങ്ങൾക്ക് ഇഷ്ടമാണോ? വേറൊന്നും മേടിച്ചില്ല. ശരി, തക്കാളി നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് പറയുകയും പറയും. ഞാൻ പറഞ്ഞേ തക്കാളിക്കറിക്ക് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്നേ. ഞാൻ വീഡിയോ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. അതാ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്കറിയാം നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് ഇന്ന് തക്കാളിക്കറിയും കോവയ്ക്കുപ്പേരി ഉണക്കമീൻ പൊരിച്ചത്. എങ്ങനെയാണ് ഫുഡ്? എങ്ങനെയില്ല എങ്ങനെ, അതായത് ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നല്ല, കണ്ടപ്പോ എങ്ങനെയുണ്ട്, ഇഷ്ടായ ഈ കോമ്പിനേഷൻ? അപ്പൊ ഞാൻ അടിച്ച ഉടുപ്പാണത്. കാണിക്ക് പൊന്ന എങ്ങനെയുണ്ട് എൻ്റെ ഉടുപ്പ്? അത് എൻ്റെ ഉടുപ്പ് ഇതാ കാണിച്ചു തരില്ല. ഉടുപ്പ് ഗൈസ്. അപ്പം നമ്മുടെ മിനി വ്ളോഗ് കൂടെ അവസാനിക്കണേ. ഞാൻ അടുത്ത ഉടുപ്പ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇരുന്ന് അടിക്കുകയാണ്. അപ്പോൾ ഇപ്പം എനിക്ക് ഇന്ന് 7:15 എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ